ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് അനലൈസ് ചെയ്യാം. ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സുകളിലെ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് മനസ്സിലാക്കാം. ആൻഡ് പ്രധാനപ്പെട്ട ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് നോക്കി പോകാം. സോ അപ്പോൾ നമുക്ക് ഇന്ന് ടോട്ടലി ഉള്ള ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ 14 ജനുവരി അപ്പം ഡോ ജോൺസ് ഫ്യൂച്ചർ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. ആൻഡ് S&P 500 ആൻഡ് നാസ്ഡാക്കും ടോട്ടലി നെഗറ്റീവിലാണ് പോകുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ട്രെൻഡ് നമുക്ക് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ന്യൂട്രലാണ്. ഓക്കെ, ഒരു ബെയറിഷ് ആണ്, ബട്ട് ന്യൂട്രൽ ഓൾസോ എന്ന് പറയാം. ബെയറിഷ് ന്യൂട്രൽ എന്നുള്ള രീതിയിൽ നമുക്ക് നിൽക്കാം. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 18 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. സോ നമുക്ക് ഒരു ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി നമുക്ക് ഒരു 15 to 20 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ സ്ട്രേറ്റ് ടൈംസ് നെക്കി ആൻഡ് തായ്വാൻ വെയിറ്റഡ് എല്ലാം പോസിറ്റീവ് ആണ്. സ്ലൈറ്റ്ലി ഏഷ്യൻ മാർക്കറ്റ്സ് കുറച്ച് പിടിച്ചു നിൽക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാന ഇൻഡെക്സ് ആയ നിഫ്റ്റിയിലേക്ക് പോകാം. അപ്പം നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഞാൻ 50 മിനിറ്റ്സ് ചാർട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡേ ചാർട്ട് നിങ്ങൾ നോക്കണ്ട. 50 മിനിറ്റ്സ് ചാർട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും മനസ്സിലായ കാര്യം എന്താണ്, മാർക്കറ്റ് ഒരു പ്രോപ്പർലി ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച പോലെ തന്നെ മാർക്കറ്റ് ഒരു അപ്പ് സൈഡ് പോയി ഒന്ന് സപ്ലൈ എടുത്തു വീണ്ടും തിരിച്ചു വന്നു. സോ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് ഉള്ളപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് ഇപ്പോൾ ഇന്നലെ തന്ന പുൾ ബാക്ക് മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ്. സോ മാർക്കറ്റ് വീണ്ടും ഈ ഒരു 25,890 എന്നുള്ള റേഞ്ചിനാണ് ഒരു സപ്ലൈ ഉള്ളത്. ആ സപ്ലൈ ടെസ്റ്റ് ചെയ്യാനാണോ പോകുന്നത്, മറിച്ച് അല്ലെങ്കിൽ ഒരിക്കൽ കൂടി സപ്ലൈ ടെസ്റ്റ് ചെയ്ത ശേഷം ഡൗൺ സൈഡ് വന്ന് ഈ ഒരു ഡിമാൻഡ് സോൺ 25,470 ഹോൾഡ് ചെയ്യുമോ എന്നുള്ളതാണ്. സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരു ബേസിനുള്ള സ്പേസ് അവിടെയായി. കുറച്ച് നേരം ഈ ഒരു സോൺസിൽ ഉള്ളിൽ നിന്നിട്ട് ഒരു ബ്രേക്ക് തന്നാൽ മാർക്കറ്റിൽ വീണ്ടും ബയേഴ്സിൻ്റെ ഒരു പ്രസൻസ് വരും. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. ലൈക്ക് ഒന്നും കൂടെ ഈ 25,860 സപ്ലൈ അടിക്കുക, താഴെ വരിക. ഈ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ഇത്രയും നേരം സപ്ലൈ ഹോൾഡ് ചെയ്ത ശേഷം മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മേ ബി ഈ ഒരു ഡൗൺ ട്രെൻഡിന് ഒരു അന്ത്യം ഉണ്ടാവുന്നതായിരിക്കും. മറിച്ച് ഈ ഒരു വീണ്ടും 25,460 എന്നുള്ള ഒരു സോൺ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മൈനർ ലെവൽസ് താഴെയുണ്ട്. 25,330 ആൻഡ് 25,160 എന്നുള്ള ഒരു 200-300 പോയിന്റ്സിന് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോൺസിലും മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബട്ട് അങ്ങനെ ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു വലിയൊരു പാനിക്കിലേക്ക് നമ്മൾ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഒരു 25,000 എന്നുള്ള പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു ക്രൂഷ്യൽ സോണാണ്. 25,000 എന്ന് പറയുന്ന സോൺ അവിടെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് അവിടെ മിച്ചമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഈ 25,000 എന്നുള്ള സോണിലേക്ക് വന്നാൽ ഒരുപാട് പാനിക്ക് ഈ ഭാഗത്തു നിന്നുള്ള സെൽ ഓഫിൽ നടക്കും. അത് ഈ ഒരു ഏരിയ 25,450 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപാട് സെൽ ഓഫ് നമ്മുടെ സ്റ്റോക്സിലും കാണാൻ കഴിയും. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സിലടക്കം ആ ഒരു സെൽ ഓഫ് ഭയങ്കരമായി വിസിബിൾ ആവും. കാര്യം പിന്നെ ഒരു പ്രതീക്ഷ ആളുകൾ വെക്കുന്ന സ്ഥലം 25,000 ആയിരിക്കും. സോ നമുക്ക് ഈ ഏരിയ ഹോൾഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു ഹൈറ്റിന് ഈ ഒരു ഡിമാൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മേ ബി ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയാൽ അത്യാവശ്യം ഈ ഒരു എന്താ പറയുക ഡൗൺ സൈഡിന് ഒരു അന്ത്യം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ ആ ഒരു വ്യൂ വാങ്ങിച്ച് മാത്രം ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. സ്വിംഗ് ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ ശരി, ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം 25,460 എന്നുള്ള ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളും നിങ്ങളുടെ ഇൻഡെക്സിൽ മാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഒരുപാട് സ്റ്റോക്സിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ലൈക്ക് ഇൻഫോസിസിൻ്റെ, HBD ഫിനാൻഷ്യൽ സർവീസ്, ആദിത്യ ബിർള മണി, ICICI പ്രൊഡൻഷ്യൽ, AMC, യൂണിയൻ ബാങ്ക്, ഗ്രോ, പിന്നെ ആനന്ദ് രതി ഷെയർ, പെട്രോ കെമിക്കൽസ്, മാംഗ്ലൂർ റിഫൈനറി പെട്രോ കെമിക്കൽസ്, ഓവർസീസ് ബാങ്ക്, നെറ്റ്വർക്ക് 18, പ്ലാസ്റ്റിക് ബെൻസ്, ഇൻഡോ സോളാർ, വാറ റിന്യൂവബിൾ ടെക്നോളജീസ്, അങ്ങനെ പല കമ്പനികളുടെയും റിസൾട്ട് വരുന്ന ദിവസമാണ്. സോ ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഈ സ്റ്റോക്സ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒന്നും കൂടെ ഒന്ന് വിലയിരുത്തിയിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ജനുവരി 15 അതായത് അടുത്ത വേറെയും ഒരുപാട് സ്റ്റോക്സിന് റിസൾട്ട് വരുന്നുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, LNG ടെക്നോളജീസ്, SCR, 361 വാം, അലോക് ഇൻഡസ്ട്രീസ്, ഏഞ്ചൽ വൺ, DB കോപ്പ്, ഡെൽറ്റ കോപ്പ്, പിന്നെ MV ഫോട്ടോ വാലിക് പവർ, ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ്, മംഗളം ഡ്രഗ്സ് ആൻഡ് ഓർഗൻസ്, നെൽക്കോ, ന്യൂവാക്കോ, സ്മാർട്ട് വർക്ക്സ്, കോവർക്കിംഗ് സ്പേസ്, ഇന്ത്യൻ ബാങ്ക്, സ്വരാജ് എഞ്ചിൻസ്, ഇതിങ്ങനെ പല കമ്പനികളുടെ റിസൾട്ട് നാളെയും വരുന്നുണ്ട്. സോ എല്ലാം കെയർഫുള്ളായിട്ട് മാത്രം ട്രേഡ് ചെയ്യേണ്ടതാണ്. അപ്പം ഒരുപാട് സ്റ്റോക്സ് റിസൾട്ട് വന്നെങ്കിലും നമുക്ക് ഇപ്പോൾ എന്താ പറയുക പ്രോഫിറ്റ് മിക്ക കമ്പനികളിലും കുറവുണ്ട്. പ്രോഫിറ്റ് ഫോൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ICICI ലംബ ജനറൽ ഇൻഷുറൻസ് കമ്പനിയിൽ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ടോട്ടൽ ഇൻകം ഗ്രോ ചെയ്തിട്ടുണ്ട്. ടാറ്റ എലക്സിയിലെ പ്രോഫിറ്റ് സിങ്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് റവന്യൂ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റൈലിലും പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 5 പൈസ ക്യാപിറ്റലിലാണെങ്കിൽ പ്രോഫിറ്റും ആൻഡ് റവന്യൂവിനും ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇന്റർ ആർക്ക് ബിൽഡിംഗ് സൊല്യൂഷന് ഒരു 130 കോടിയുടെ ഓർഡർ ഉണ്ടെന്നുള്ളൊരു ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ട്.
പിന്നെ NLC ഇന്ത്യക്ക് ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ഗുജറാത്ത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ആ ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 25,000 കോടിയിലധികം രൂപ വരും എന്നാണ് പറയുന്നത്. സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രോജക്റ്റുകളാണ് NLC ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓഫ് ഗുജറാത്ത് സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ തോമസ് കുക്ക് ഇന്ത്യ ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുന്നത് ഗുജറാത്ത് ഗവൺമെൻറ്റായിട്ടാണ്. പിന്നെ അത് ഗുജറാത്തിലെ പ്രാദേശികമായ ഡൊമസ്റ്റിക് ടൂറിസം വർദ്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല ന്യൂസസ് കമ്പനികൾക്ക് ഉണ്ട്. ഓക്കെ. ശേഷം എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഏതെങ്കിലും സ്റ്റോക്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. GRM ഓവർസീസ് ഞാൻ തൽക്കാലം ഒന്ന് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പായിട്ട് വരുന്നുണ്ട് GRM ഓവർസീസ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ബ്രേക്ക് ചെയ്ത്, അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഒന്ന് GRM നല്ല രീതിയിലൊരു ബ്രേക്ക് വേണം. ആ GRM ഓവർസീസ് എന്തായാലും എൻ്റെ ഒരു മെയിൻ ഫോക്കസ് ആണ്. പിന്നെ സായി ലൈഫ് സയൻസ് എൻ്റെ ഒരു മെയിൻ ഫോക്കസ് ആണ്. സായി ലൈഫ് സയൻസ് ഇത് പ്രോപ്പർ സെറ്റപ്പായി വരുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിൻ്റെ ടെക്നിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഈ സായി ലൈഫ് സയൻസ് നല്ല പ്രോപ്പർ സെറ്റപ്പായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് അധികം സ്റ്റോക്സ് ഞാനിന്ന് വച്ചിട്ടില്ല. കാര്യം ലൈവ് മാർക്കറ്റിൽ നിന്നും കുറച്ച് ട്രെൻഡിങ് സ്റ്റോക്സ് പിക്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വരുന്ന ദിവസങ്ങളിലും കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു ആശ്രത്തം ഗ്ലോബൽ ബയേഴ്സ് ഞാൻ ഇന്നലെ ചെറിയൊരു മൈനർലി ഞാൻ എടുത്തൊരു ട്രേഡായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റായി. ഓക്കെ. അപ്പോൾ ബാക്കി സ്റ്റോക്സ് ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്സസ് കുറച്ചുകൂടി അപ്ഡേറ്റ് ഞാൻ ചെയ്യാം. ജസ്റ്റ് ഇന്നൊന്ന് മാർക്കറ്റിൽ റിവേഴ്സൽ ഒന്ന് ഞാൻ ഉറപ്പിച്ചതിന് ശേഷം കൂടുതൽ സ്റ്റോക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ കാര്യമില്ലാത്തൊരവസ്ഥയായിരിക്കും. ഓക്കെ. സോ താങ്ക് യു.